മദ്യ നിർമ്മാണശാല വിവാദത്തിലെ അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതോടെ പുതിയ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം ഒരുങ്ങുന്നുവെന്ന് വാർത്ത. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ എലപ്പുള്ളി പ്രദേശത്ത് എന്തെങ്കിലും നടപടി തുടങ്ങിയാൽ സമരം തുടങ്ങാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി വിവാദം അത് ഒരു ലെവലിൽ മുഖ്യമന്ത്രി കൃത്യം ചില മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മറുപടിക്കപ്പുറം ഈ പദ്ധതി കൊണ്ടുവരാൻ പാടില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷവും നീങ്ങുകയാണ്. അതിനിടയിൽ എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും വിഷയം ഉന്നയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി. ഇത്തരത്തിൽ വ്യവസായങ്ങൾക്ക് സർക്കാർ എതിരല്ല, വ്യവസായവുമായി സർക്കാർ മുന്നോട്ട് പോകും, അതിൽ ഒരു മാറ്റവുമില്ല. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൂടാതെ അഴിമതി ആരോപണം ഇതിലില്ല, കാരണം ടെൻഡർ വിളിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് സർക്കാർ വാദം. കാരണം ഒരു കമ്പനി മാത്രമേ വന്നുള്ളൂ, സ്വാഭാവികമായും മത്സരമില്ലാത്ത സാഹചര്യത്തിൽ അതിന് ടെൻഡർ വിളിച്ച് നൽകേണ്ട സാഹചര്യമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭയ്ക്കകത്ത് ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ വിഷയം വീണ്ടും ഉന്നയിച്ച് ഒരു പ്രതിഷേധമെല്ലാം നടത്താൻ കഴിയില്ല. നിയമസഭ ഇന്നലെ അവസാനിച്ച ശേഷം ഇനി 7-ാം തീയതി ബജറ്റിന് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഈ സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി ലഭിച്ച കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടയാനുള്ള നടപടികളുമായി പ്രതിപക്ഷം രംഗത്തുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അനുമതിയോ തുടർ അനുമതിയോ നൽകി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ജനങ്ങളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായി വലിയ സമരങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ഇനി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കില്ല, പകരം പ്രാദേശിക സമരങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. എസ് കെ എൻ. ഉമേഷ് ബാലകൃഷ്ണൻ.